നമസ്തേ, ഏവർക്കും വരദായിനി വർഷിപ്പിലേക്ക് സ്വാഗതം. എന്താണ് ഭക്തി? ഈശ്വരനിലുള്ള പരമപ്രേമമാണ് ഭക്തി. 4 പ്രകാരത്തിൽപ്പെട്ട ഭക്തന്മാർ എന്നെ ഭജിക്കുന്നുണ്ട് എന്ന് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ആരൊക്കെയെന്ന് വെച്ചാൽ ദുഃഖിതർ, അറിയാൻ ഇച്ഛിക്കുന്നവർ, അർത്ഥത്തെ അതായത് എന്തെങ്കിലും പ്രയോജനത്തെ ആഗ്രഹിക്കുന്നവർ, പിന്നെ ജ്ഞാനികൾ. ഈശ്വരനിലുള്ള പരമപ്രേമമാണ് ഭക്തി. അതായത് ഈശ്വരനിലുള്ള പരമപ്രേമമാണ് പരാഭക്തി. അനന്യഭക്തി എന്ന് വെച്ചാൽ ഈശ്വരനെ മാത്രമാണ് ജ്ഞാനി ആഗ്രഹിക്കുന്നത്. ദുഃഖിതൻ്റെ ഭക്തിക്ക് വളരെ തീവ്രതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നാമം ജപിക്കുന്ന സമയത്ത് മറ്റു ചിന്തകൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരാറുണ്ട്. നാമം ചെല്ലുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിൽ 100 കാര്യങ്ങളാണ് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വരാറുള്ളത്. എത്രയായാലും നാമം ജപിക്കുമ്പോൾ മറ്റ് ചിന്തകൾ മനസ്സിലേക്ക് കയറി വരും. പക്ഷേ ഏകാഗ്രതയോടെ ആനന്ദത്തോടെ നാമത്തെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അമ്പലത്തിൽ സാധാരണ നമ്മൾ തൊഴാൻ പോവുക എന്നാണല്ലേ പറയുന്നത്. അമ്പലത്തിൽ പോയാലും ജപിക്കുക. അമ്പലത്തിൽ പോകുന്നത് സാധന ചെയ്യാനാണ്, അല്ലാതെ നമ്മൾ തൊഴാൻ പോകുന്നു എന്നല്ല പറയേണ്ടത്. സാധന ചെയ്യാനാണ് പോകുന്നത്, ജപിക്കാൻ. അപ്പോൾ അമ്പലത്തിൽ പോയി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് ജപിക്കുക. ഏറ്റവും വലിയ ഭക്തി എന്ന് വെച്ചാൽ നാമജപമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് അംബരീഷിൻ്റെയും ദുർവാസാവിൻ്റെയും കഥ. ഏറ്റവും വലിയ തപസ് ഭക്തി തന്നെയാണ്, അതായത് നാമസ്മരണ. ഇത് മറക്കാതിരിക്കുക. കണ്ണിന കൊണ്ടു ഞാൻ കാണുന്നതൊക്കെയും കണ്ണാ നിൻ പൂമേനിയായിടേണം. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു പാടുമോ നാരായണ. നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടു പിരിയാത്ത നാരായണ. കേൾക്കുന്ന മാത്രയിലെന്തും മറക്കുന്ന ആനന്ദഗീതമേ നാരായണ. നാവ് കൊണ്ടോതുന്നതൊക്കെയും നിൻ തിരു നാമങ്ങളാകേണം നാരായണ. നാമം ജപിച്ചു നിൻ രൂപത്തെ കണ്ടുകൊണ്ടാനന്ദമോടെ മരിക്ക വേണം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണ തവ നാമത്തെ ചൊല്ലിടും ഞങ്ങളെ കാക്കാൻ മറന്നിടല്ലേ. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.